യുഡൈസിനകത്ത് എങ്ങനെ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ നമ്മുടെ ഇത് ഗ്രൂപ്പിനകത്ത് ഈ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക, കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യുഡൈസിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഓപ്പണായി വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കാര്യം ചെയ്യുക, ഇതിനകത്ത് ഗൂഗിളിനകത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, സ്റ്റുഡൻറ്റ് യുഡൈസ് എന്ന് മറ്റോ സെർച്ച് ചെയ്യുക. സ്റ്റുഡൻറ്റ് യുഡൈസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻറ്റ് യുഡൈസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സാധനം തന്നെയാണ് sdms.udaisplas.gov.in. അതാണ്. അവിടെ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു സാധനം വരും. അപ്പോൾ അതിനകത്ത് കേരള എന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ചെയ്യും പുതിയ ടാബിൽ. അപ്പോൾ അതിൽ ഇതാണ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ സെൻഡ് ചെയ്ത യൂസർ നെയിമും ഈ പാസ്വേഡും ഇതിനകത്തോട്ട് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ക്യാപ്ച അടിക്കുക, ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ യുഡൈസ് ലോഗിനിലാണ് ഇപ്പോൾ പോയത്. അതിനകത്ത് കറണ്ട് അക്കാഡമിക് ഇയർ 2025-26 സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ സ്കൂളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്, ഇത് നോക്കണമെന്നില്ല, ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പോകേണ്ടത് ഇവിടോട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് പോവുക. ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ സാധനം അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് മോഡ്യൂൾ കാണും. പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കുട്ടികളെ സെക്കൻഡ് ഇയറിലോട്ട് കയറ്റി വിടാനും സെക്കൻഡ് ഇയറിനെ പാസ് ഔട്ട് ആക്കി വിടാനുമുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഇമ്പോർട്ടാണ്, പ്രോഗ്രഷനല്ല. പ്രോഗ്രഷനകത്ത് പോവുക. പിന്നെ അതിനകത്ത് നമ്മുടെ 3 ഓപ്ഷൻസാണ് ഇതിനകത്തുള്ളത്. ഓപ്ഷൻസ് ഒന്നാമത്തേത് ഇമ്പോർട്ട് വിതിൻ സ്റ്റേറ്റ് ആണ്. രണ്ടാമത്തേത് ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്. ഇമ്പോർട്ട് വിതിൻ സ്റ്റേറ്റ് ആണ് നമ്മുടെ കുട്ടികൾ മിക്കവാറും ഒക്കെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പഠിച്ച കുട്ടികളാണ്. ചില കുട്ടികൾ മറ്റ് സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളുണ്ട്. പിന്നെ വേറെ ഡ്രോപ്പ് ബോക്സ് ഇനാക്റ്റീവ് ലിസ്റ്റ്, അത് നിങ്ങൾ നോക്കണമെന്നില്ല. തൽക്കാലം ഈ ഒറ്റ സാധനം തന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു വ്യൂ സമ്മറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇതുവരെ ഇമ്പോർട്ട് ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുട്ടിയെ ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ അനന്തു KS എന്ന് പറഞ്ഞ കുട്ടി, അത് 2ാം വർഷത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ഈ വർഷം സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്ത കുട്ടിയാണ്. ആ കുട്ടിയെ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ സിന്ധു ടീച്ചറിൻ്റെ രജിസ്റ്റർ പ്രകാരം ആദ്യത്തെ പേര് ഗോകുൽ അശോകാണ്. ഗോകുൽ അശോകിനെ ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ അശോകിനെ ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ആ കുട്ടി ക്ലാസ് 11ലാണ്, അപ്പോൾ A1 ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. ആ കുട്ടിയുടെ പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വേണ്ടിയിട്ടുള്ളത് ഇനി ഒരു കുട്ടിയെ പുതിയതായിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇവിടെ പോവുക, ഇമ്പോർട്ട് വിതിൻ സ്റ്റേറ്റ്. ഈ സമ്മറി നോക്കണ്ട, ഗോയിൽ പോവുക. ഗോ പോയിട്ട് നമ്മൾ ഏതാണ് ഇനി ഇപ്പം ഒരു കുട്ടി ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ കുട്ടി ES നയനാനന്ദ് എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഈ ഗോകുൽ അശോക് നമ്മുടെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒഴിവാക്കണം. പിന്നെ ഞാനൊരു കുട്ടിയെ മാത്രമേ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ലിസ്റ്റിനകത്തുള്ള കുട്ടികൾ ചില കുട്ടികൾ ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ള കുട്ടികളുണ്ടാവാം. അത് പിന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കുട്ടിയെ മാത്രം ഇമ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാണ്. എന്നിട്ട് ES നയനാനന്ദ് എന്ന് പറഞ്ഞ കുട്ടി നമ്മൾ കുട്ടികളുടെ യുഡൈസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ്, കുട്ടികൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ആ PDF അല്ല, ആ എക്സൽ ഫയലിൽ പോയിട്ട് അതിനകത്തൊന്ന് സെർച്ച് ചെയ്യുക. ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസ് ചെയ്തിട്ട് ഫൈൻഡ് കൊടുത്താൽ മതി. നയനാനന്ദ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഫുൾ നെയിം കൊടുക്കണമെന്നില്ല. അപ്പം ഫൈൻഡ് ഓൾ കൊടുക്കുക, നയനാനന്ദ്. അപ്പം ES നയനാനന്ദ് എന്ന് പറഞ്ഞ കുട്ടിയെ കിട്ടി നമുക്ക്. ES നയനാനന്ദ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ നമുക്കിപ്പോൾ വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പെൻ നമ്പർ വേണം. പക്ഷേ പെൻ നമ്പർ നമുക്കറിയില്ല, ആ കുട്ടിക്കും അറിയില്ല. നമുക്ക് പെൻ നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ ഗെറ്റ് പെൻ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് കുട്ടിയുടെ ആധാർ ജസ്റ്റ് കോപ്പി ചെയ്യുക. ആധാർ നമ്പർ ഇവിടെ നമ്മൾ അന്ന് കുട്ടികൾക്ക് കൊടുത്ത ഗൂഗിൾ ഫോമിൽ ആ കുട്ടികൾ തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയിട്ട് ആ കുട്ടിയുടെ ആധാർ നമ്പർ കോപ്പി ചെയ്യുക.
കോപ്പി കൊടുക്കുക. ടൈപ്പ് ചെയ്യുന്നതിലും ഭേദം ഈ എക്സൽ തുറന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അധ്വാനം കുറയ്ക്കാനും നല്ലതാണ്, ടൈപ്പിംഗ് എറേഴ്സ് കുറയ്ക്കാനും നല്ലതാണ്. എന്നിട്ട് ആ കുട്ടിയുടെ ഇയർ ഓഫ് ബർത്ത് മാത്രം കൊടുത്താൽ മതി. ആ കുട്ടിയുടെ ഇയർ ഓഫ് ബർത്ത് വരുന്നത് 2009 ആണ്. അപ്പോൾ ഇവിടെ 2009 ഇതിൽ നോക്കുക, ഇതിനകത്ത് ഉണ്ട് 2009 ആണ്. 2009 ആണ്. എന്നിട്ട് ഈ കുട്ടിയുടെ ഇയർ ഓഫ് ബർത്ത് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. 2009 ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ പെൻ നമ്പർ പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പറാണ്, നമുക്കൊരു പെൻ നമ്പറല്ല, നമ്മുടെ പെർമനൻറ്റ് എംപ്ലോയി നമ്പറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓൾറെഡി അറിയാം, 15/8/2009 ആണ്. ആ കുട്ടി ഇവിടെ എൻ്റർ ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത് 15/8/2009 ആണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇത് കോപ്പി ചെയ്തു, പെൻ നമ്പർ കോപ്പി ചെയ്തു, എല്ലാം കോപ്പി ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുക, എഴുതി വെക്കുക ഒന്നും വേണ്ട. കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് മറന്നിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് 15/8/2009 ആണ്. അപ്പോൾ അതിൽ 15/08/2009 അല്ലെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. കലണ്ടറിൽ ഡേറ്റ് കണ്ടുപിടിച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്ലാഷ് വെച്ച് ടൈപ്പ് ചെയ്യണം, ഡാഷ് ഇടരുത്. എന്നിട്ട് ഇവിടെ പോയിട്ട് താഴോട്ട് പോവുക. ഈ കുട്ടിയെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഈ കുട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഈ കുട്ടിയുടെ ES നയനാനന്ദ് 15/8/2009. അതെ, ശ്രീവത്സനും ശ്രീലക്ഷ്മി രണ്ടുപേരാണ് അവരുടെ ഫാദറും മദറും. അതൊക്കെ ആ കുട്ടി ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീവത്സനും ശ്രീലക്ഷ്മി KB ആണ് കുട്ടിയുടെ അമ്മ. അത് തന്നെയാണ് ഗാർഡിയനായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കാര്യമായിട്ട് നോക്കുകയൊന്നും വേണ്ട. നമുക്ക് വേണ്ടിയിട്ടുള്ളത് ആ കുട്ടിയെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് A1 ക്ലാസ്സിലാണ്. ആ കുട്ടിയുടെ 11th Aയിലോട്ടാണ് നമ്മൾ കയറ്റേണ്ടത്. 11th Aക്കകത്ത് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എത്രയാണ് നമുക്ക് കറക്റ്റ് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നോക്കിയിട്ട് അത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ നോക്കിയിട്ട് എൻ്റർ ചെയ്യാം. അത് വേണമെന്ന് വരെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയത് 3/6/2025 തുടങ്ങിയത്. അപ്പോൾ അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ കൺഫേം ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പ്രീവിയസ് ക്ലാസ് 10 ആണ്. ഇമ്പോർട്ട് ചെയ്യേണ്ടത് 11th സ്റ്റാൻഡേർഡ് ആണ്. A ക്ലാസ് നമ്മൾ കൊടുത്തു. ടീച്ചർമാർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സിന്ധു ടീച്ചർ കൊടുക്കുമ്പോൾ ഇപ്പോൾ A എന്ന് കൊടുക്കുക, ജാസ്മിൻ ടീച്ചർ കൊടുക്കുമ്പോൾ B. അപ്പോൾ അങ്ങനെ എല്ലാ ടീച്ചർമാരും കറക്റ്റ് അവരുടെ സെക്ഷനിലോട്ട് തന്നെ കയറ്റുക. മാറിപ്പോയി കഴിഞ്ഞാലും തിരിച്ച് നമുക്ക് മാറ്റാം, പക്ഷേ പിന്നെ അത് തപ്പി പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും 11th നിങ്ങളുടെ കറക്റ്റ് സെക്ഷനിലോട്ട് തന്നെ കയറ്റുക. എന്നിട്ട് കൺഫേം അടിക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇമ്പോർട്ടഡ്, സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് അത് വന്നു. ഇനിയിപ്പം നമ്മൾ അടുത്ത കുട്ടിയുടെ പെൻ നമ്പർ അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഗോ കൊടുത്തിട്ട് അതിനകത്ത് പോയിട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ട് മോഡ്യൂളിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കുട്ടിയുടെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ കുട്ടിയെ ഇമ്പോർട്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ സാധനം ഇമ്പോർട്ട് ആയോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ES നയനാനന്ദ് ഇമ്പോർട്ടായി. ഇപ്പോൾ 3 കുട്ടികളെല്ലാം കൂടി ഇമ്പോർട്ടായി. ഫസ്റ്റ് ഇയറിൽ 2 കുട്ടികളാണ്. പിന്നെ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്യുക. ഇപ്പം ഇതിനകത്ത് ചില കുട്ടികൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും, ചില കുട്ടികൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് എന്ത് പോകേണ്ടി വരിക, നമുക്ക് ഇമ്പോർട്ട് മോഡ്യൂളിൽ പോയിട്ട് ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ് കൊടുക്കേണ്ട ആവശ്യം വരിക. ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഗോ കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഏത് സ്റ്റേറ്റിലാണ് ആ കുട്ടി, ചണ്ഡീഗഡ് അല്ലെങ്കിൽ ബീഹാറിലാണ് പഠിച്ചെങ്കിൽ ബീഹാർ കൊടുക്കുക. ആ സ്റ്റുഡൻറ്റിൻ്റെ പെൻ നമ്പർ, അവിടെയും നമുക്ക് പെൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ. പെന്നും ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് കിട്ടാൻ നമ്മൾ ആ കുട്ടിയുടെ ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇയർ ഓഫ് ബർത്തും കൊടുത്തിട്ട് നമുക്ക് പെൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കിട്ടും. എന്നിട്ട് പെൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ട് ഗോ അടിച്ചിട്ട് നമുക്ക് ആ കുട്ടിയെയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഉള്ള കുറച്ച് അധികം കുട്ടികളുണ്ടാവില്ല, മിക്കവാറും കുട്ടികൾ വിതിൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇങ്ങനെ ഇതെല്ലാം പൂർത്തിയാക്കുക. അപ്പം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഈ ടാസ്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ എക്സെല് പിന്നെ അതുപോലെ ഇതിനകത്ത് ജസ്റ്റ് ഒരു കാര്യം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ഗോകുലും ES നയനാനന്ദും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഉള്ള കുട്ടികളാണെന്ന് നോക്കണം. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യരുത്.
നിങ്ങളുടെ രജിസ്റ്റർ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ ഓർഡറിൽ വേണമെങ്കിൽ പോവാം, അതല്ലെങ്കിൽ ഈ എക്സൽ ഷീറ്റിൻ്റെ ഓർഡറിൽ പോകാം. പക്ഷേ എക്സൽ ഷീറ്റിനെ ഒരിക്കലും വിശ്വസിക്കരുത്, കാരണം എല്ലാ കുട്ടികളും എൻട്രി ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം ഇതിനകത്ത് എല്ലാം കൂടിയും നമ്മുടെ എൻട്രി ഉള്ളത് 57 കുട്ടികളാണെന്ന് തോന്നുന്നു. A1 ക്ലാസ് 55 കുട്ടികൾ മാത്രമേ ഇമ്പോർട്ട് നമ്മുടെ ഡാറ്റ തന്നിട്ടുള്ളൂ. പക്ഷേ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ മിക്കവാറും കുറച്ച് കൂടുതൽ കുട്ടികളുണ്ടാവും. 59 കുട്ടികളുണ്ട്. അപ്പം 4 കുട്ടികൾ തന്നിട്ടില്ല. അപ്പം തരാത്ത കുട്ടികളുടെ ഇനിയും അവരുടെ ഇതിനകത്ത് എൻട്രി ചെയ്യിപ്പിക്കണം നിർബന്ധമില്ല. ടീച്ചർ തന്നെ 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ആ കുട്ടികളെ കൂടി എൻട്രി ചെയ്താൽ മതി. അപ്പോൾ ഈ എൻട്രി ചെയ്യുന്നതിനൊപ്പം ഇതിനകത്ത് അറ്റൻഡൻസ് ലിസ്റ്റിനകത്ത് എവിടെയെങ്കിലും പെൻസിൽ വെച്ച് മറ്റോ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഗോകുൽ അശോകിൻ്റെ ES നയനാനന്ദിൻ്റെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പെൻസിൽ വെച്ച് ടിക്ക് ചെയ്തിട്ട് അങ്ങനെ എല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം ആ 4 കുട്ടികളുടെ പേരുകൾ കിട്ടും. അപ്പോൾ ആ 4 കുട്ടികളുടെ ഈ ഡീറ്റെയിൽസ്, അതായത് അവരുടെ ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ചോദിച്ചാൽ മതി. ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ മറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പിന്നീട് ആവശ്യം വരുന്നു, പല കാര്യങ്ങൾക്ക് ആവശ്യം വരും. അല്ലെങ്കിൽ ഈ യുഡൈസിനകത്ത് ഈ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം പോലെ ഇതിനകത്ത് കുറേ മറ്റ് പല ഫീൽഡ്സും ഉണ്ട്. അത് പിന്നീട് കറക്റ്റ് ആക്കാനൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യം വരും. ആ സമയത്ത് ആ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് ആദ്യം തന്നെ ആ ഡാറ്റാസൊക്കെ എൻട്രി ചെയ്യിച്ചതാണ്. നിങ്ങൾക്ക് പിന്നീട് ഇതിനകത്ത് എന്തെങ്കിലും എത്ര കുട്ടികൾ വേറെ എന്തെങ്കിലും ബിലോ പോവർട്ടി ലൈനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാൻ പിന്നീട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പം എല്ലാവരും ഇമ്പോർട്ടിങ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കഴിവതും ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് എൻട്രി ചെയ്യാനില്ല. ഡേറ്റ് ഓഫ് അഡ്മിഷൻ നോക്കി തപ്പി കണ്ടുപിടിച്ച് എൻട്രി ചെയ്യാനാണെങ്കിൽ മാത്രമേ സമയം പിടിക്കുകയുള്ളൂ. എല്ലാം 3/6/2025 തന്നെ അങ്ങ് കൊടുത്താൽ മതി. നമുക്ക് അഡ്മിഷൻ നടന്നിട്ടുള്ള ഡേറ്റുകൾ കറക്റ്റായിട്ട് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് നമ്മുടെ രജിസ്റ്ററൊക്കെ നോക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതെല്ലാം കഴിയുമ്പോൾ ലോഗൗട്ട് ചെയ്യാൻ മറക്കണ്ട.